സംഭവം പോലെ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ ഈ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി നടക്കുന്ന ചില മഹാന്മാരും മഹതികളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ വിശകല, പിന്നെ നമ്മുടെ RB ബാബു, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ്. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഈ ഉണർന്നു കിടക്കുന്ന ഹിന്ദുക്കളെയൊക്കെ ഉണർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. കുറെ നാളായിട്ട് ഇവർ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉണർന്നു വന്ന ഹിന്ദുക്കളൊക്കെ ഇവരെ തലക്കടിച്ച് ഉറക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം ഇവരെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പി ബൈജു ഇതേ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നതാണ് ഈ വേട്ടാവളിയൻ അപ്പി പറയുന്നത്. ഇപ്പൊ ഇവൻ പുതിയതായിട്ട് ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ. AHP എന്നാണ് പറയുന്നത്, അലവലാതി ചെറ്റ പാർട്ടി എന്നാണ് ഇതിന്റെ ഫുഡ് ഫോം കേട്ടോ. ഈ പാർട്ടിയിലേക്ക് ഹിന്ദുക്കളൊക്കെ അണിചേർന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതേ ഈ അലവലാതി ചെറ്റ പാർട്ടിയിൽ ചേർന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഇവിടെ കിടന്ന് അടികൊണ്ട് മൂട്ട ചുരുളുമെന്നാണ് ഈ അപ്പി വന്നിരുന്നോണ്ട് പറയുന്നത്. പിന്നെ ഈ അപ്പിക്ക് വേറൊരു ചേച്ചിയുണ്ട് കേട്ടോ, നമ്മുടെ ജാമിദ. അപ്പിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ഇവർ രണ്ടുപേരും കൂടെ സാധാരണ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, മുകളിലും താഴെയും സൈഡിലും അടിയിലും ഇനി എവിടെയൊക്കെ വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഇവന്റെ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ടാവും. കാരണം ഇതിനകത്തേക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉദാരമായി സംഭാവന ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവൻ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവൻ ഭയങ്കര ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറയണത്. സ്വന്തം അമ്മയും ഭാര്യയും മക്കളെയും തിരിഞ്ഞു നോക്കാത്ത ഈ പരനാറിയാണ് ഇപ്പം ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളെ പറ്റിക്കാൻ വേണ്ടി പുതിയ ഉഡായിപ്പ് പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഒരു ഹൈന്ദവ സഹോദരൻ അടിച്ചവൻ്റെ അണ്ണാക്കിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെ ഹിന്ദുവിനെ ഉണർത്തിയവരെല്ലാം അല്ലെങ്കിൽ ഉണർത്താൻ ശ്രമിച്ചവരെല്ലാം ഫേക്കാണ്, അവരൊക്കെ ഫ്രോഡാണ്, നിങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതാണ് ഈ അപ്പി പറയുന്നത്. അതായത് ഇത്രയും നാളും ഇവൻ പൊക്കിക്കൊണ്ട് നടന്ന ഇവരെല്ലാം ഉഡായിപ്പാണ്, ഈ സമുദായത്തെ പറ്റിക്കുന്നതാണെന്നാണ് ഇവന്റെ വായിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തലയ്ക്കകത്ത് ബോധമുള്ള ഹൈന്ദവ സഹോദരങ്ങളും സഹോദരികളും നിന്നെയൊന്നും അംഗീകരിക്കാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെ തെണ്ടി പിച്ച യാചിച്ച് വരുന്നത്. എടാ, വല്ല അമ്പലത്തിൻ്റെയോ വല്ല പള്ളിയുടെയൊക്കെ സൈഡിൽ പോയി ആ തോർത്തും പിരിച്ചിരുന്ന് നിന്റെ ചേച്ചീനെയും കൂടെ വിളിച്ച് അടുത്തിരുത്തി വയറ്റത്തടിച്ച് പാട്ട് പാടിയാൽ അലിവ് തോന്നി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച തന്നാൽ ജീവിതം ഇങ്ങനെ പുഴച്ചു പോകാന്നേ. എന്താണേലും പിഴയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ, വേറെ മാർഗമൊന്നുമില്ല. പണിയെടുത്ത് ജീവിക്കാൻ ഈ ഊളകൾക്കൊന്നും സാധിക്കാത്തത് കൊണ്ട് പുതിയ തരം തെണ്ടലുമായിട്ടാണ് ഇറക്കുന്നത്. അപ്പം മറക്കണ്ട, ഹിന്ദുവിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനും വേണ്ടി ആർജവമുള്ള നല്ല നട്ടലുള്ള ധൈര്യമുള്ള നമ്മുടെ അപ്പി ബൈജു രംഗത്തിറങ്ങിയിട്ടുണ്ട്. അലവലാതി ചെറ്റ പാർട്ടി എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. കോഴിക്കോട് ഇപ്പം സമ്മേളനം നടക്കാൻ പോവുകയാണ്. അപ്പം കഴിവിന്റെ പരമാവധി എല്ലാവരും അവിടെ എത്തണം. പോരാത്തതിന് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം എത്തിച്ചു തരണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ, രസകരമായിട്ടുള്ള വീഡിയോ കേട്ടാ. നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ ഇടയ്ക്കിടെ അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പഴമൊഴിയാണ് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നുള്ള പ്രയോഗം എന്നുള്ളത് തന്നെ പറയാം. ഇത്തരത്തിൽ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ വല്യേട്ടൻ ചമഞ്ഞ് നടക്കുന്ന ഹിന്ദു സംഘടനകളിൽ നിന്ന്, നമ്മുടെ സഹോദര ഹിന്ദു സംഘടനകളിൽ നിന്ന്, ഞാൻ വല്യേട്ടനാണ്, ഞമ്മൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളൊക്കെ ഉണ്ട്, ഞമ്മൻ മാത്രം മതി ഇവിടെ എന്നുള്ള വിചാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനകളെ, വല്യേട്ടൻ ഹിന്ദു സംഘടനകളെ ജിഹാദികളുമായിട്ട് ചേർന്ന് അല്ലാതെ നമ്മൾക്ക് എങ്ങനെയാണ് കാണാനാവുക? ഈ വരുന്ന 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ദേശരക്ഷാ റാലിയും പിന്നെ ദേശരക്ഷാ സംഗമവും എന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. നോക്കൂ, ഈ പ്രോഗ്രാമിനെതിരെ ഇവിടുത്തെ വല്യേട്ടൻ സംഘടനകൾ രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരെ നമ്മൾ ജിഹാദികളുടെ കൂട്ടത്തിലല്ലാതെ കൂട്ടുക എന്ന ചോദ്യം വലിയൊരു അർത്ഥം തന്നെയാണ്, വലിയൊരു ചോദ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ദുരനുഭവം നമ്മൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ അതികഠിനമായി തന്നെ ആണെങ്കിൽ പോലും നമ്മൾക്ക് അത് പച്ചയ്ക്ക് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വരുന്നത്. നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഹിന്ദുവിന്റെ ദുരവസ്ഥ മാറ്റാൻ പറ്റാത്ത നിങ്ങൾ ഇന്നിപ്പോൾ 8 വർഷം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു സംഘടന സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഒരാളായി നിന്നുകൊണ്ട് AC കാറുകളിലും AC സ്യൂട്ടുകളിൽ നിന്നും ഇറങ്ങി നടക്കാൻ മടിയുള്ള നിങ്ങൾക്ക് മുൻപിൽ അതിശക്തമായി പ്രവർത്തിച്ചപ്പോൾ നിങ്ങളുടെ കുരു പൊട്ടിയല്ലേ, നിങ്ങളുടെ സൂക്കേട് മൂത്ത് പുറത്ത് ചാടിയല്ലേ എന്ന് ചോദിക്കാതിരിക്കാനാവില്ല. വീണ്ടും ചോദിക്കട്ടെ, നാണമുണ്ടോ നിനക്കൊക്കെ?
നിനക്ക് എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും ഏതൊരു നട്ടപ്പാതിരയ്ക്ക് വിളിച്ചാലും ജീവൻ കൊടുത്തിട്ടായാലും നിന്നെ സംരക്ഷിക്കും, നിന്റെ കൂടെ നിൽക്കുമെന്നുള്ള ആ ഗ്യാരണ്ടിയെ തരാനുള്ളൂ. അതുകൊണ്ട് ഓഗസ്റ്റ് 16 അണിനിരക്കുക കോഴിക്കോട്. സംസ്ഥാനങ്ങളിൽ അങ്ങോളമുള്ള എല്ലാ ഹിന്ദുക്കളും അണിനിരക്കുക. അല്ലാതെ ഇത് കോഴിക്കോട് നടക്കുന്ന പ്രോഗ്രാം അല്ലേ, അത് അവിടുത്തെ ഹിന്ദുക്കൾ മാത്രം ചേർന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഹിന്ദുവെ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചാൽ, കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നിനക്കൊരു വിഷയം വരുമ്പോൾ, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ, നിന്റെ കുഞ്ഞു മക്കൾക്കായിക്കോട്ടെ, നിന്റെ വീട്ടിലുള്ള സ്ത്രീജനങ്ങൾക്കായിക്കോട്ടെ, ഒരു വിഷയം വരുമ്പോൾ ആരും നിന്നെ പിന്തുണയ്ക്കാനുണ്ടാവില്ല. അപ്പോൾ നീ വിളിക്കുന്ന ഹിന്ദു സംഘടനകൾ ആരുമില്ലെങ്കിൽ പോലും നീ ഞങ്ങളെ വിളിച്ചുകൊള്ളൂ. ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ബൈജോണിന്റെ 2 ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ല, അപ്പുറം ഇപ്പുറവും അണ്ണൻ കൊടുത്തിട്ടുണ്ട്. ആ 2 ഗൂഗിൾ പേ നമ്പറിന്റെ മുകളിലുണ്ടല്ല, ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുണ്ടല്ല ഉദാരമായി സംഭാവന ചെയ്യണമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആരെങ്കിലും ഉണ്ടല്ല, വീഡിയോ കാണുന്ന ആരെങ്കിലും അണ്ണന്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ല, അത് കണ്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടല്ല അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മൾ അപ്പി ബൈജോണിന്റെ ബ്രില്യൻസ്, ഉടായ്പ നടത്താനുള്ള ആ ബ്രില്യൻസ്. ഇതൊക്കെ കൊണ്ടാണ് ഇവനെ പോലത്തെ ചാണക സംഖ്യയിലുള്ള ഹിന്ദുവിനെ പറ്റിച്ചിട്ടുള്ള ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അവർക്ക് വേണ്ടത് കാലാകാലം ഇവിടെ നീ ജയ് വിളിക്കണം. അവർക്ക് വേണ്ടിയിട്ട് അവരെയൊക്കെ കാല് തൊട്ട് വന്ദിച്ച് അവരെയൊക്കെ കാല് കഴുകിയ വെള്ളം നിന്നെ കൊണ്ട് കുടിപ്പിക്കണം. ഞങ്ങൾ വെള്ളയും ഇട്ടിങ്ങനെ നടന്നു വരും, അപ്പോൾ നീയൊക്കെ ഞങ്ങളെ ജയ് വിളിക്കണം. ഇത്തരത്തിൽ ചിന്താഗതിയുള്ള AC സ്യൂട്ടുകളിൽ ഇന്നും കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന സാധാരണക്കാരുള്ള ഹിന്ദുവിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇത്തരത്തിലുള്ള വലിയേട്ടൻ സംഘടനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള പ്രവീൺ ഭായ് തൊഗാഡിയാജിയുടെ HP എന്ന് പറയുന്ന സംഘടനയ്ക്ക് മാത്രമേ ഇനി നിലപാടുള്ളൂ. ആ നിലപാടിനൊപ്പമാണ് ഞങ്ങളെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും അപേക്ഷിക്കുകയാണ്. അതിന് ധനസഹായം ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പലയിടത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആദ്യ കമന്റിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്യണം. നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള, സമ്പത്ത് കൊണ്ടുള്ള സഹായം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുക തന്നെയാണ്. രോമം കൊണ്ട് താഴുന്നില്ലെന്ന് ഇങ്ങനെ തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തിയിട്ട് നമ്മുടെ അപ്പിയണ്ണം പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മൂക്കിലും താഴെയും കുണ്ടിയിലും മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ സ്കാൻ ചെയ്താലും എൻ്റെ ആസനത്തിലോട്ട് കാശ് വന്നോളൂ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഹൈന്ദവ സഹോദരങ്ങളെ പറ്റിക്കാൻ മറ്റൊരു സംഘടന, ഇവൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള വിശ്വകലയും RB ബാബുവും പ്രദീപ് വിശ്വനാഥും എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, ഹിന്ദുവിൻ്റെ സംരക്ഷകരായിട്ട് ഇങ്ങനെ നടക്കുന്നവർ. ഇവരൊക്കെ ഇത്രയും നാൾ ഇവരെ പറ്റിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് ഇവരൊന്നും പോരാ. അതിനെക്കാട്ടി കുറച്ചുകൂടെ തീവ്രത കൂടിയ ഒരു എണ്ണം AHP, അതായത് അലവലാതി ചെറ്റ പാർട്ടി ഈ ഓഗസ്റ്റ് 16 കോഴിക്കോട് മഹാറാലിയും സമ്മേളനവും സംഘടിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും നിങ്ങൾ കിടന്നുറങ്ങിയാൽ ഈ ഒരു മഹത്തായ സംരംഭത്തിൽ നിങ്ങൾക്ക് ചേരാൻ സാധിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും കൊള്ളാം, കോഴിക്കോട് 16 നിങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തണം. വരുന്നതിന് മുമ്പ് അണ്ണൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് പൈസ ഇട്ട് കൊടുത്തേക്കണേ. കാരണം ജീവിക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്ന ഒരു അപ്പി. സത്യം ഇത് കേട്ടപ്പോഴത്തേക്കുള്ളൂ രോമന്ത ഇപ്പോഴും താഴുന്നില്ല. താഴെ എന്താ പറയണ്ടേ അല്ലേ? ഇവന്റെ വായിന്ന് തന്നെ നമ്മൾ കേട്ടല്ലോ, ഇത്രയും നാളും ഹിന്ദുവിനെ ഉണർത്താൻ നടന്നവരെല്ലാം ഫ്രോഡുകളാണ് എന്ന് ഇവൻ തന്നെ പറഞ്ഞ് സമ്മതിച്ച്. ഇനി ഓഗസ്റ്റ് 16 എന്തായിരിക്കും? ആ കടപ്പുറത്ത് മിക്കവാറും ആളെ കൊണ്ട് തികയത്തില്ല കേട്ടോ. അവിടുന്ന് കുറച്ചുകൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി ഒരിടവും കൂടെ പിടിക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. ഒരു 4-5 സ്ഥലങ്ങളിലായിട്ട് പ്രോഗ്രാം നടത്തുന്നതായിരിക്കും. കാരണം അതുപോലെ ജനങ്ങൾ ഒഴുകിയെത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പി ബൈജുവിൻ്റെ പുതിയ ഉടായ്പാണ്. ജീവിക്കാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള വിശന്ന് കരഞ്ഞിരുന്ന് മോങ്ങുന്നതാണ് നിങ്ങൾ കണ്ടത്. പട്ടിണിയാണെന്നാണ് അറിയുന്നത്. ചേട്ടന് വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല, 10 പൈസ ഇല്ല. ഏതായാലും ഒരു 100 രൂപ കാശ് പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെങ്കിലും ഞാൻ ഇവൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പക്ഷെ വിളിച്ചാൽ ഈ നമ്പറിൽ കിട്ടൂല കേട്ടാ. പൈസ മാത്രമേ പോകത്തുള്ളൂ, വിളിച്ചാൽ കിട്ടൂല. വിളിച്ചാൽ കിട്ടണമെങ്കിൽ അണ്ണൻ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏത് നട്ടപ്പാതിരാക്കി വിളിച്ചാലും അണ്ണനും അണ്ണൻ്റെ അനുയായികളും സ്പോട്ടിലുണ്ടാവും. അയ്യോ മഹാദുരന്തം. ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ, വേൾഡ് ദുരന്തം എന്നൊക്കെ വേണം ഇതിനെ വിളിക്കാൻ. എന്തായാലും ഇതിനുള്ള കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തന്നെ കൊടുക്കൂ കേട്ടോ. ഞാൻ മടുത്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.